ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റയിലെ 3 മാർക്സിന് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 3 മാർക്കിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്? എന്താണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും? അതായത് സെയിൽസോ വോളിയമോ പ്രൊഡക്ഷനോ അതിൻ്റെ ബേസിസിൽ കോസ്റ്റ് ചേഞ്ച് ചെയ്യാത്തതാണ്. അതായത് എപ്പോഴും സെയിമായി റിമെയിൻ ചെയ്യുന്നതാണ് ഫിക്സഡ് കോസ്റ്റ്. എന്നാൽ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ പ്രൊഡക്ഷൻ ലെവലും സെയിൽസിനനുസരിച്ചിട്ട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അതായത് ഫിക്സഡ് കോസ്റ്റിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു റെൻറ്റ്, സാലറി, ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ. എന്നാൽ വേരിയബിൾ കോസ്റ്റിനാണ് റോ മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, സെയിൽസ് കമ്മീഷൻ, ഇതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റിന് എക്സാമ്പിൾ. ഇത് പേജ് നമ്പർ 13 ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 13 വാട്ട് ഈസ് മീൻ ബൈ പോസ്റ്റിംഗ്? എന്താണ് പോസ്റ്റിംഗ്? അതായത് ഒരു ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് ചാപ്റ്റർ പേജ് നമ്പർ 58 പോസ്റ്റിംഗ്. വാട്ട് യു മീൻ ബൈ ഡിപ്രീസിയേഷൻ? ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാനം പറഞ്ഞാൽ എന്താണ്? അതൊരു അസറ്റിന് ഓരോ വർഷങ്ങളിലും വരുന്ന കുറവ്, അതിൻ്റെ ആ ഒരു യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന് വരുന്ന തേയ്മാനമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പഠിച്ചു. അത് പേജ് നമ്പർ 82 തേർഡ് ചാപ്റ്ററിലുണ്ട്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 17 വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്? അതൊരു സ്പെസിഫിക് പീരീഡിൽ കമ്പനിയുടെ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പേജ് നമ്പർ 112 ഉണ്ട്, 5th ചാപ്റ്റർ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ഇൻടാഞ്ചിബിൾ അസറ്റ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്താണ്? നോൺ ഫിസിക്കൽ അസറ്റിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റാത്ത തരത്തിലുള്ള അസറ്റ്സ്. അടുത്ത് വാട്ട് ആർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ പേജ് നമ്പർ 23 അത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, പിന്നെ IFRS, അതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ട്രെൻഡ് അനാലിസിസ്? ട്രെൻഡ് അനാലിസിസ് 6th ചാപ്റ്റർ 178 പേജിലാണ് ട്രെൻഡ് അനാലിസിസ് ഉള്ളത്. ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ് ടു ഇവാലുവേറ്റ് എ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓവർ ടൈം ബൈ കമ്പയറിംഗ് ഫിനാൻഷ്യൽ ഡാറ്റ ഫ്രം ഡിഫറെൻറ്റ് പീരീഡ്. അത് ഇപ്പോഴത്തെ കമ്പനിയുടെ ഒരു ട്രെൻഡ്, പാറ്റേൺ, ചേഞ്ചസ്, അതൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് എല്ലാം മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് കോണ്ടിൻജന്റ് ലയബിലിറ്റീസ്? കറണ്ട് ലയബിലിറ്റി പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷനാണ്. അത് ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിലോ ഏതാണോ കൂടുതൽ അതിൽ വരുന്നതാണ് കറണ്ട് ലയബിലിറ്റി. അത് അക്കൗണ്ട്സ് പേയബിൾ, ഷോർട്ട് ടേം ബിൽസ് പേയബിൾ, അക്വയർഡ് എക്സ്പെൻസസ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. Contingent liability പറഞ്ഞാൽ their potential liability that may arise in future depending on the outcome of uncertain future event. അത് ഫ്യൂച്ചറിലും കൂടി വരുന്ന ലയബിലിറ്റീസ്. പ്രൊഡക്റ്റ് വാറൻറ്റി, അതൊക്കെ നമുക്ക് വാറൻറ്റി, ചിലപ്പോൾ ഗ്യാരണ്ടി വാറൻറ്റിയൊക്കെ അതിൽ പെടും. നെക്സ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ്? എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്, എന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതുക. Gross profit is the profit company make after deducting the direct cost associated with producing and selling of the goods and services. Direct cost ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അത് ടോട്ടൽ റവന്യൂ എന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിഡക്റ്റ് ചെയ്ത്. നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് നെറ്റ് ഇൻകം, അല്ലേ? ദ ഫൈനൽ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. അതായത് എല്ലാ എക്സ്പെൻസസും ഡിഡക്റ്റ് ചെയ്തത്, ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും ടോട്ടൽ റവന്യൂ എല്ലാം കണക്കാക്കി വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. അത് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ടാക്സസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസസ് എല്ലാം മൈനസ് ചെയ്ത് വരുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. നെക്സ്റ്റ് വൺ, വാട്ട് യു മീൻ ബൈ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്? ബ്രേക്ക് ഈവൻ പോയിൻറ്റ് പേജ് നമ്പർ 30 ഫസ്റ്റ് ചാപ്റ്ററിൽ പേജ് നമ്പർ 30
അടുത്ത് എന്താണ് ക്യാപിറ്റൽ, എന്താണ് ഡ്രോയിങ്സ്. ക്യാപിറ്റൽ പറഞ്ഞാൽ എന്താണ്, അതായത് ഓണർ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ. ഡ്രോയിങ്സ് ആണെങ്കിൽ ഓണർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട്. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്തൊക്കെയാണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് റോ മെറ്റീരിയൽസ്, വേജസ് ഒക്കെ. ഇൻഡയറക്റ്റ് ആണെങ്കിലോ അത് ഓവറോൾ ബിസിനസ് ഓപ്പറേഷനിൽ വരുന്നത് റെൻറ്റ്, സാലറി, അതൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ഇതിലേക്കും വരുന്നതാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് വേരി വിത്ത് പ്രൊഡക്ഷൻ വൈൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് റിമെയിൻ റിലേറ്റീവ്ലി ഫിക്സഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്ക് എല്ലാ പ്രാവശ്യവും കറക്റ്റായിട്ട് വരുന്നതാണ് എപ്പോഴും. ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് വ്യത്യാസപ്പെടുത്താം, റോ മെറ്റീരിയൽ അനുസരിച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചു. അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഇക്വേഷൻ. വാട്ട് യു മീൻ ബൈ കോസ്റ്റ് വോളിയം അനാലിസിസ്? കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് പേജ് നമ്പർ 179 ഉണ്ട്. 6th ചാപ്റ്ററിലാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ഉള്ളത്. നെക്സ്റ്റ് വൺ, ഫിക്സഡ് ഓർ കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ നമുക്കറിയാം ലോങ് ടേം യൂസിനുള്ളത്, അതായത് ബിൽഡിംഗ്, മെഷീനറി, അങ്ങനത്തെ അസറ്റാണ് ഫിക്സഡ് അസറ്റ്. കറണ്ട് അസറ്റ് ആണെങ്കിൽ ക്യാഷ്, ഇൻവെൻട്രി, അതൊക്കെയാണ് കറണ്ട് അസറ്റിൽ വരുന്നത്. വാട്ട് ഈസ് ലെഡ്ജർ? ചാപ്റ്റർ 2 പേജ് നമ്പർ 57 സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഇതിൻ്റെ ട്രാൻസാക്ഷൻ, ഒരു ഓർഗനൈസേഷൻ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് ലെഡ്ജറിലുള്ളത്. പല പല അക്കൗണ്ട് തിരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് അതിനെ തരംതിരിക്കുന്നു. വാട്ട് ഈസ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് എക്കണോമിക് പ്രോഫിറ്റ്? എന്താണ് അക്കൗണ്ടിങ് പ്രോഫിറ്റും എക്കണോമിക് പ്രോഫിറ്റും? പേജ് നമ്പർ 16 ചാപ്റ്റർ 1. നെക്സ്റ്റ്, വാട്ട് ഈസ് ഗ്യാപ്? ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് എഴുതാം. പേജ് നമ്പർ 19 ചാപ്റ്റർ 1. വാട്ട് ഈസ് യു മീൻ ബൈ ലിക്വിഡിറ്റി റേഷ്യോ? ലിക്വിഡിറ്റി റേഷ്യോ 6th ചാപ്റ്ററിലാണ്. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ? ദ ലിക്വിഡിറ്റി റേഷ്യോ മെഷർ എ കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. അത് കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ അസസിങ് ഫിനാൻഷ്യൽ ഹെൽത്ത്. ഹയർ ലിക്വിഡിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ് ബെറ്റർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതാണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്നത്.